കോഴിക്കോട് നാദാപുരത്ത് കുറുക്കന്റെ ആക്രമണം 2 പേർക്ക് കടിയേറ്റു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡംഗവും ആശാ വർക്കറുമായ കെ നീനയ്ക്കും പെൺകുട്ടിക്കുമാണ് കടിയേറ്റത്. വീടിന് സമീപത്ത് നിന്നാണ് കടിയേറ്റത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ് സമീർ? ശ്രീജിത്ത്, നാദാപുരത്താണ് കുറുക്കന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 പേർക്കാണ് ആദ്യം കടിയേറ്റത്. പിന്നീട് ഒരാൾക്ക് കൂടി കടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ആശാ വർക്കറുമായിട്ടുള്ള നീനക്കാണ് കടിയേറ്റത്. അവരുടെ കാലിലാണ് പരിക്കേറ്റിരിക്കുന്നത്. വീടിന് സമീപത്ത് വെച്ചുകൊണ്ടാണ് ഇവർക്ക് കടിയേറ്റത്. ഇതോടൊപ്പം തന്നെയാണ് ഒരു പെൺകുട്ടിക്കും കടിയേറ്റിട്ടുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിക്ക് കാര്യമായ മുറിവില്ല. ജീൻസിന്റെ പാൻറ്റാണ് കുട്ടി ഇട്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കാലിൽ ആഴത്തുള്ള മുറിവ് ഇല്ല. എന്നാൽ നീനയ്ക്ക് കാലിൽ നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നീനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ഉണ്ടായിട്ടുള്ളത് നാദാപുരം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ് അവിടേക്കാണ് കുറുക്കൻ പിന്നീട് എത്തിയത്. അവിടെ വെച്ചുകൊണ്ട് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയെയാണ് കടിച്ചിരിക്കുന്നത്. ബിരുദ വിദ്യാർത്ഥിനിയായിട്ടുള്ള കുന്നുമക്കര സ്വദേശിനി ഫാത്തിമ റിസ്വയ്ക്കാണ് കാലിന് കടിയേറ്റിരിക്കുന്നത്. ഈ കുട്ടിക്കും പരിക്കുണ്ട്. ഈ കുട്ടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് കുറുക്കന്റെയും അതുപോലെ തന്നെ തെരുവ് നായയുടെയും ആക്രമണം രൂക്ഷമാണെന്നും നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.